ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു ലെഹങ്കയുടെ ക്രോപ്പ് ടോപ്പ് പഫ് വെച്ചിട്ട് ഫുൾ സ്ലീവ് എങ്ങനെ തയ്ച്ചതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് വോയിസ് അത്ര ക്ലിയർ ഇല്ല, മാറി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പ്രിൻസസ് കട്ടിലാണ് നമ്മളത് തയ്ച്ചിരിക്കുന്നത്. ബാക്കിലാണ് കൊളത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ പഫ് സ്ലീവിൻ്റെ ഒരു കട്ടിങ്ങൊക്കെ നമ്മളിതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുണ്ട് കുഞ്ഞ് പഫായിട്ട് ചെയ്യണതാണ് ഇതിൽ. അത് ലോങ് ആയിട്ടുള്ളത് എങ്ങനെയുണ്ട് ഞാൻ തയ്ച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് കാണിച്ചു തരാം. ലോങ് ആയിട്ടുള്ള പഫ് സ്ലീവ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമ്മൾ എലാസ്റ്റിക്കാണ് വെച്ചിരുന്നത്. പിന്നെ പ്ലെയിൻ നെറ്റാണ് അതിൻ്റെ അടിവശത്തുള്ളത്. ആ എലാസ്റ്റിക് വരെ നമ്മൾ ലൈനിങ് വെച്ചിട്ടുള്ളൂ. അത് പ്രിൻ്റ് വർക്കുള്ള ഒരു നെറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇങ്ങനെ ഒരു പഫ് സ്ലീവ് നമുക്ക് തയ്ച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ബ്ലൗസിനും ചുരിദാറിനൊക്കെ തയ്ക്കാം കേട്ടോ. ലൂസായിരിക്കും, നമ്മൾ ടൈറ്റൊന്നും ഉണ്ടാവില്ല. ലൂസുള്ള മോഡലാണ്. കാരണം അടിയിലും എലാസ്റ്റിക് ഉണ്ട്, മുകളിൽ പഫും ആകുമ്പോൾ ആ ഒരു ലൂസായിട്ടുള്ള മോഡലിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഈ മോഡലൊന്ന് നിങ്ങൾ തയ്ച്ച് നോക്കുമല്ലോ. ഇതിൻ്റെ കട്ടിങ് ഞാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ചാനലിൽ കയറിയിട്ടൊന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതിലൊന്നും ചെയ്യാനുള്ള ലെങ്ത്ത് ഇത്തിരി കൂടുതൽ എടുക്കണം എന്നുള്ളത് ഒരൊറ്റേ ഇതുള്ളൂ. പക്ഷേ ഞാനും ലെങ്ത്ത് ഉള്ളൊരു വീഡിയോ ഇടുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മൾ വീഡിയോ ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.